ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്ത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇഫ് 10% പെർ ആനം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇയർലി, 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ഇയർലി ആണ്. ഇതെന്ന് പറയുന്നത് ഇക്വാലൻ ടു X% കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ X% ആണ്, ഹാഫ് ഇയർലി ആണ്. ഹാഫ് ഇയർലി എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഓരോ 6 മാസം കൂടുമ്പോഴത്തേക്കും നമ്മുടെ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നു. അത് ഒരു വർഷത്തെ കണക്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, കാരണം ഇവിടെ ഒരു വർഷത്തേക്കാണ് മറ്റേത് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഒരു വർഷത്തെ കണക്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം 2 പ്രാവശ്യം ഇൻട്രസ്റ്റ് കണക്കാക്കും. അപ്പോൾ ആദ്യത്തെ 6 മാസം എക്സ് ആയിരിക്കും, അടുത്ത 6 മാസം എക്സ് ആയിരിക്കും. സോ നിങ്ങൾ X+Y പ്ലസ് XY/100, അതായത് എഫക്റ്റീവ് റേറ്റ് പെർസെൻറ്റേജ് X+Y പ്ലസ് XY/100 എടുത്തു കഴിയുമ്പോൾ 2x പ്ലസ് X² ആയിരിക്കും എഫക്റ്റീവ് റേറ്റ് പെർസെൻറ്റേജ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഒരു വർഷത്തേക്ക് വരുന്ന എഫക്റ്റീവ് റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇതായിട്ട് കിട്ടും. ഇത് ആക്ച്വലി നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് ഇത് 10 തന്നെ കിട്ടണമെങ്കിൽ, കാരണം ഇക്വാലൻ്റ് ടു എന്ന് പറയുന്നുണ്ട്, 10 തന്നെ കിട്ടണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും എന്നാണ്. ആക്ച്വലി ഇത് ചെയ്യേണ്ടിയിരുന്നത്, ഇതിപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും, ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഓപ്ഷനിൽ നിന്ന് പോകുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഞാൻ സപ്പോസ് 6.25 ഉണ്ട്, 5.32 ഉണ്ട്, 4.88 ഉണ്ട്, 4.55 ഉണ്ട്. സപ്പോസ് 6 തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ 6 എടുക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് 2x എന്ന് പറയുന്ന ടേം ഉണ്ട്, അപ്പോൾ 12 വരും. 12 എന്ന് പറയുമ്പോൾ 10നേക്കാളും കൂടുതലാണ്, അപ്പോൾ ഇത് വരത്തില്ല. ഇനി ഞാൻ സപ്പോസ് 5 എടുക്കണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 5.32 പകരം 5 എടുക്കുകയെന്ന് വിചാരിക്കുക, അവിടെയും 10 വരും, പ്ലസ് എക്സ്ട്രാ ഈ ഒരു ടേം വരും, അതും 10നേക്കാളും കൂടുതൽ പോകും. സോ ഇത് പറ്റില്ല. പിന്നെയുള്ളത് 2 ഓപ്ഷനാണ്. ഇതിൽ 4.88 ഉണ്ട്, 4.55 ഉണ്ട്. ഞാൻ ഇതിൽ 4.55 ആണ് ആദ്യം ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നത്. അതിൽ തന്നെ ഞാൻ 4.5 എടുത്തിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോഴത്തേക്ക് 4.5 ഇൻറ്റു 2, 4.5 ഇൻറ്റു 2 എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 9ൻ്റെ അടുപ്പിച്ച് വരും. പ്ലസ് അടുത്ത വരുന്നത് എന്തായിരിക്കും, 4.5ൻ്റെ സ്ക്വയർ, 4.5ൻ്റെ സ്ക്വയർ. ഓക്കെ, 4.5ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് ബൈ 100 എടുത്ത് കഴിയുമ്പോഴത്തേക്ക് 20.25 അല്ലെങ്കിൽ 0.2025 വരുന്ന. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരത്തില്ല, 10ൻ്റെ അടുപ്പിച്ച് വരത്തില്ല. സ്റ്റിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ 4.55 എടുക്കുന്നതിന് പകരം 4.6 എടുത്ത് നോക്കുക. 4.6 എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു വാല്യൂ 10ൻ്റെ അടുപ്പിച്ച് എത്തുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ല, അത് വരത്തില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷനും വരത്തില്ല. സോ ബാക്കി മിച്ചമുള്ള സി ആയിരിക്കും നിങ്ങളുടെ ആൻസറായിട്ട് കിട്ടാൻ പോകുന്നത്.